തീർച്ചയായും ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സെക്ഷൽ ഹാരാസ്മെന്റ് പേജ് നമ്പർ 184 പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 184 അതിലേക്കാണ് നമ്മൾ ഇനി വിശദമായി കടക്കാൻ പോകുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കോംപ്രമൈസ് എ മേജർ ഇഷ്യൂ റേസ്ഡ് ബൈ മെനി ഓഫ് ദോസ് ഹു ഗേവ് എവിഡൻസ് റിലേറ്റ്സ് ടു സെക്ഷൽ ഹരാസ്മെന്റ്. Sexual harassment existed even in the good old days of film industry. The society today is different from that of yesterday. Today there is a lot of influence of the Western culture on our society. Hence everybody mingles with each other quite openly. ഇതിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പേജ് നമ്പർ 184 അതാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കോംപ്രമൈസ് അത് രണ്ടും ചെയ്താൽ മാത്രമേ അവസരമുള്ളൂ എന്ന അവസ്ഥ മലയാള സിനിമയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നു പേജ് നമ്പർ 184. ഇതിൽ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന സംവിധായകരാരാണ്, നിർമ്മാതാക്കളാരാണ്, അതിലേക്കാണ് അന്വേഷണം നീളേണ്ടത്. അന്ന് പഴയ കാലത്ത് ഈ വാക്കുകൾ അത്ര ഓപ്പൺ അല്ലാതിരുന്ന കാലത്തും ഇതൊക്കെ നിലനിന്നിരുന്നു. നടന്മാർ തമ്മിൽ മ്യൂച്വൽ കൺസെന്റോടുകൂടിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇന്ന് കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും തയ്യാറാകുന്ന ആളുകൾക്കാണ് അവസരം കിട്ടുന്നത് എന്നുള്ളത് പേജ് നമ്പർ 184 പറയുന്നുണ്ട്. വാതിലിൽ മുട്ടാൻ വരുന്നവർ വെറുതെ മുട്ടിപ്പോവുകയല്ല, മുട്ടുന്നു, ഇടിക്കുന്നു, ഉറപ്പാക്കുന്നു. അതിന് വഴങ്ങാതെ വന്നാൽ ബന്ധുക്കൾ ആരും കൂടെ ഇല്ലെങ്കിൽ വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്ന് തിരിച്ചറിയുന്ന ആളുകൾ അവർ നൽകിയിട്ടുണ്ട് മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ഇനി ഒരു കേട്ടുകേൾവിയല്ല, അത് നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് അടിവരയിടുകയാണ് ഈ റിപ്പോർട്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, നമുക്ക് ഓരോ പേജുകളായി എടുത്ത് വിശകലനം ചെയ്തു പോവുകയാണെങ്കിൽ ഓരോ പേജിലും മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിന്റെ ആ വാക്ക് തന്നെ നമ്മൾ പ്രയോഗിക്കണം. ചൂഷണം ചെയ്യുകയാണ് സ്ത്രീകളെ. കഴിവുണ്ടായിട്ടും അഭിനയിക്കാൻ അറിയാമായിരുന്നിട്ടും സാങ്കേതിക മേഖലയിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നിട്ടും പിന്തള്ളപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വഴിമാറി മറ്റ് ജോലികളിലേക്ക് പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേഷൻ ഈ റിപ്പോർട്ടിൽ ഓരോ പേജും എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ലേ? നിശ്ചയമായും സുജയ, ഇത് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സുജയ പറഞ്ഞതുപോലെ ഈ രണ്ട് വാക്കുകൾ വളരെ പ്രധാനമായിട്ട് ഈ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നുണ്ട്. ഈ മേഖലയിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ കോംപ്രമൈസിന് തയ്യാറാകണമെന്ന് പറയുന്നു. നോക്കൂ, ഈ സിനിമാ മേഖലയിലേക്ക് വരുന്ന ഒരാൾ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് തൻ്റെ അഭിനയ മികവ് പ്രകടിപ്പിക്കാൻ വരികയാണ്. അങ്ങനെ ആ അഭിനയ മികവ് പ്രകടിപ്പിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം പ്രൊഡ്യൂസറെയോ അല്ലെങ്കിൽ ഡയറക്ടറെയോ അല്ലെങ്കിൽ സഹതാരങ്ങളെയോ ഒക്കെ സംതൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊരു പുതിയ അറിവല്ല. ഗുഡ് ഓൾഡ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം തന്നെ ഇതിനകത്തുണ്ട്. അതിനകത്ത് പഴയ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. പുതിയ കാലം അങ്ങനെയൊന്നുമല്ല. പുതിയ കാലത്ത് ആളുകൾ സ്വതന്ത്രമായി സംസാരിക്കും, അവരിതിനെ എതിർക്കും. അപ്പോഴെന്താ സംഭവിക്കുക? എതിർക്കുന്നവരെ അപ്പോൾ തന്നെ തുടച്ചു നീക്കുന്നു എന്നുള്ളതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ ബാൻ ചെയ്യുകയാണ്. അത് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമുള്ളൊരു പ്രക്രിയയാണ്. ബാക്കി ഒരു സ്ഥലത്തും ഇത് കാണാനില്ലെന്നും കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. നിങ്ങൾക്ക് അഭിനയശേഷിയില്ല എന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ ഒഴിവാക്കി കളയാം. അപ്പോൾ യാതൊരു കാരണവശാലും ഈ പറയുന്ന താരങ്ങളുടെയോ നിർമ്മാതാക്കളുടെയോ സംവിധായകരുടെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത പക്ഷം നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന പവർഫുള്ളായ ഒരു ക്രിമിനൽ മാഫിയ കേരളത്തിലെ സിനിമാ മേഖലയെ അടക്കി ഭരിക്കുന്നു എന്നാണ് ഈ കമ്മിറ്റി നൂറുകണക്കിന് ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ അർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ്. ഇനി മറ്റൊരു കാര്യമുണ്ട്, നോക്കിംഗ് അറ്റ് ദി ഡോർ. നോക്കിംഗ് അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രിയാകുമ്പോൾ വന്നിട്ട് വാതിലിൽ മുട്ടുന്നു എന്നാണ്. വാതിലിൽ മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വിറ്റ്നസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വാതിലിൽ മുട്ടുകയല്ല, വാതിൽ തല്ലിപ്പൊളിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ കടന്നു കയറുകയാണ് എന്ന് പറഞ്ഞു. ഈ അർത്ഥത്തിലെല്ലാം ലൈംഗികമായ ചൂഷണം വളരെ ശക്തമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ ഈ റിപ്പോർട്ടിൽ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു സുജയ. അതേപോലെ തന്നെ ഈ പറയുന്ന ഓരോ പേജും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ നിർണായകമായ നമുക്ക് ഓരോ പേജും എടുത്തു പോകാം. പോലീസ് ഇടപെടേണ്ട സാഹചര്യം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പേജുകൾ സർക്കാരിന് മുന്നിലേക്ക് നമ്മൾ തുറന്നു വെക്കുകയാണ്. പേജ് നമ്പർ 57 നമ്മൾ വന്നു കഴിഞ്ഞാൽ ദ വിമൻ ഇൻ സിനിമ ഹു സഫർ ദ അറ്റാക്സ് അട്രോസിറ്റീസ് പ്രിഫർ ടു കീപ് സൈലൻസ്. അതായത് ചൂഷണത്തിന്, പീഡനത്തിന് ഇരയാകേണ്ടി വരുന്ന സ്ത്രീകൾ ഭയന്ന് മിണ്ടാതിരിക്കുകയാണ്. എന്തുകൊണ്ട് അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് നമ്മൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഈ മൊഴി നൽകാനെത്തിയ സ്ത്രീകൾക്ക് പോലീസിലേക്ക് പരാതിയുമായി മുന്നോട്ട് പോയിക്കൂടെ എന്ന ചോദ്യം നമ്മൾ ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം. അതിനുള്ള മറുപടിയും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ബിക്കോസ് ദേ ആർ പബ്ലിക് ഫിഗേഴ്സ് ഹു ക്യാൻ ബി സബ്ജക്റ്റഡ് ടു വേരിയസ് ഹരാസ്മെന്റ് ഇൻക്ലൂഡിംഗ് സൈബർ അറ്റാക്സ്. അതായത് സൈബർ ഇടത്തിൽ ഇഞ്ചിഞ്ചായി പിച്ചിക്കീറി ഇല്ലാതാക്കും അവരെ. അതിനുള്ള എല്ലാ മൂലധനവുമുള്ള ആളുകളാണ് ഈ വാതിൽ വന്ന് മുട്ടുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ,
നിശ്ചയമായും. കാരണം വെച്ചാൽ ഇതിനകത്ത് വളരെ കൃത്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ധൈര്യമുള്ള പലരും സിനിമാ രംഗത്തുണ്ട് സുജയ. ഇപ്പോൾ WCC എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായത് തന്നെ ഒരു നടിക്കെതിരായി ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ്. ആ WCCയുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഹേമ കമ്മിറ്റി ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു പരാതി കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്തവരായിട്ട് നമ്മുടെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏതാനും വ്യക്തികളുടെ നിയന്ത്രണത്തിലാണ് ഈ മേഖല. നിങ്ങൾ ആ വ്യക്തികൾക്കെതിരായിട്ട് ഒരക്ഷരം ശബ്ദിച്ചാൽ നിങ്ങളെ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഇവർ ഈ റിപ്പോർട്ടിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇൻസെക്യൂർ ആണ് എന്നാണ്, അങ്ങേയറ്റം അരക്ഷിതരാണ് എന്നാണ്, ദേ ആർ അണ്ടർ ഫിയർ എന്നാണ്, അവർ അങ്ങേയറ്റം ഭയചകിതരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു കാര്യവും പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ കമ്മിറ്റി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വി ഹാവ് അബ്സല്യൂട്ട്ലി നോ ഹെസിറ്റേഷൻ to state that there must be an independent forum which must be constituted by the government as per statute to deal with the problems of women in cinema. അതായത് സർക്കാരിന് മുമ്പിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന കൃത്യമായ നിർദ്ദേശമാണ്, നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറത്തെ അടിയന്തരമായി നിയോഗിക്കണം. അതൊരു സ്റ്റാറ്റ്യൂട്ട് ബോഡി ആയിരിക്കണം. ആ സ്റ്റാറ്റ്യൂട്ട് ബോഡി ഈ സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിനുള്ളതായിരിക്കണം. ആ അർത്ഥത്തിൽ അതിശക്തമായൊരു നിർദ്ദേശവും ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ മേഖലയിലെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പരാതിപ്പെടാൻ പോലും ധൈര്യമില്ലാത്ത ആ പാവപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി